സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതെന്നും ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യമാണ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നഴ്സുമാരുടെ 40,000 രൂപയുടെ ശമ്പള ആവശ്യം എന്ന് പറയുന്നത് അത് അവരർഹിക്കുന്നതാണത്. അതവർക്ക് കൊടുത്തേ പറ്റൂ. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി അതുപോലും ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സർക്കാരിനെ അട്ടിമറിച്ച് മറ്റൊരു സർക്കാർ വന്നാൽ മാത്രമേ ഈ ഇൻഷുറൻസ് പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനും സർക്കാരിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാനും ഇവിടുത്തെ സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വളരാൻ വേണ്ടിയിട്ടും സാധിക്കത്തുള്ളൂ. ഈ പോലീസാണ് ഈ ഹൈക്കോടതി ഉത്തരവ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പോലീസ് ഒരു ആക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നഴ്സുമാർ ആർക്കെതിരാകും? നഴ്സുമാരുടെ സമരം പരിഹരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ സർക്കാർ ലീഗൽ വാലിഡിറ്റിയുള്ള ഒരു കമ്മീഷനെ വെച്ച് ആ കമ്മീഷന്റെ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പിലാക്കുക എന്നതാണ് ഏക ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. നമസ്കാരം. നേഴ്സുമാരുടെ സമരം ഇപ്പോൾ പുതിയൊരു പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേഴ്സുമാർക്ക് നേരെ യസ്മ പ്രയോഗിക്കാനായിട്ട് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളാണ് അനുകൂലമായിട്ടുള്ള വിധി ഈ വിഷയത്തിൽ സമ്പാദിച്ചിരിക്കുന്നത്. ഈ ഒരു യസ്മ പ്രയോഗിക്കുന്നതോടുകൂടി ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനും സർക്കാരിനുമാണ്. അപ്പോൾ അത് സർക്കാരിനെതിരെ നേഴ്സുമാരെ തിരിക്കുന്നത് വഴി പൊതുജനത്തിന് മുൻപിൽ സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നഴ്സുമാരുടെ 40,000 രൂപയുടെ ശമ്പള ആവശ്യം എന്ന് പറയുന്നത് അത് അവരർഹിക്കുന്നതാണത്. അതവർക്ക് കൊടുത്തേ പറ്റൂ. ഇപ്പോൾ സർക്കാർ ഒരു ഉത്തരവിറക്കണം എന്നുള്ളതായിരുന്നു UNA ആവശ്യം. അത് സർക്കാർ ഇറക്കി കഴിഞ്ഞു. ഇനി അത് നൽകേണ്ടത് സ്വകാര്യ ആശുപത്രികളാണ്. അപ്പോൾ ഈ UNA സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടാണ് UNA സമരം നടത്തുന്നത്. ഈ UNA സമരത്തിന് പിന്നിൽ മറ്റ് ചില തൽപര കക്ഷികൾ ഉണ്ട്. UNAയും നഴ്സുമാരെയും നമ്മൾ രണ്ട് തട്ടിൽ നിർത്തിയിട്ട് വേണം ഈ ഒരു ചർച്ച മുമ്പോട്ട് പോകാനായിട്ട്. UNA എന്ന് പറയുന്ന ഒരു സംഘടന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വട്ടം ആളുകൾ, അവരെ മാറ്റി നിർത്തണം. അതിനുശേഷം നഴ്സുമാരുടെ അവകാശങ്ങൾ, ഈ നഴ്സുമാരുടെ അവകാശങ്ങൾക്ക് അവരർഹരാണ് എന്നതിൽ യാതൊരുവിധ തർക്കവും കേരളത്തിലെ ഒരു കുഞ്ഞിന് പോലും ഇല്ല. 40,000 രൂപയുടെ ശമ്പളത്തിന് അർഹതപ്പെട്ടവർ തന്നെയാണ് ഈ നഴ്സുമാർ എന്ന് പറയുന്നത്. നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നഴ്സുമാരെന്ന് പറയുന്നത് വളരെ വിശുദ്ധരായിട്ടുള്ള ആളുകൾ തന്നെയാണ് എന്നതിൽ ആരും എതിര് പറയും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഇവർക്ക് പുറം ലോകത്ത് നടക്കുന്ന ട്രാപ്പുകളെ കുറിച്ചൊക്കെ എത്രത്തോളം അവർക്ക് ധാരണയുണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ അവർക്ക് എത്രത്തോളം ധാരണയുണ്ട് എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവരുടേതൊരു സേവന മേഖലയാണ്. ആ സേവന മേഖലയിലാണ് അവർ 100% കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല ചിരികൾ നൽകുക. ഒരു രോഗിയുടെ രോഗം മാറുന്നത് ആ ഡോക്ടറുടെ ഒരു പുഞ്ചിരി കൊണ്ടും നേഴ്സിൻ്റെ ഒരു പുഞ്ചിരി കൊണ്ടും ഒക്കെയാണ്. നമ്മൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ കണ്ടതാണ് ഈ നേഴ്സുമാരൊക്കെ എത്ര ആളുകൾക്കാണ് ഒരു കോൺഫിഡൻസ് പകർന്നു നൽകിയത്. ജീവിതം തന്നെ ഇല്ലാതാവും അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും എന്ന സാഹചര്യത്തിൽ നിന്ന് ആളുകളെ പോലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇവരുടെ ഇടപെടലുകൾ, ഇവരുടെ ചിരികൾ, ഇവരുടെ ആത്മവിശ്വാസം കലർന്ന വാക്കുകൾ ഒക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നേഴ്സുമാർ തീർച്ചയായിട്ടും 40,000 രൂപ എന്ന ശമ്പളത്തിന് അർഹരാണ് എന്നുള്ളൊരു നിലപാട് ആണ് നമുക്കുള്ളത്. എന്നാൽ UNA പോലെയുള്ള സംഘടനയ്ക്ക് പിന്നിൽ ചില മൾട്ടിനാഷണൽ കമ്പനികളും കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ യസ്മയിലൂടെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. സർക്കാർ ആശുപത്രികളെ അല്ലെങ്കിൽ സർക്കാർ മേഖലയിലെ സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം അതെന്നും ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യമാണ്. അത് മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നതോടുകൂടി സർക്കാർ സംവിധാനത്തിലുള്ള സൗജന്യ ചികിത്സ ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഈ കോൺഗ്രസിന്റെ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി. അതുപോലും ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഇൻഷുറൻസ് വരുന്നതോടുകൂടി ഈ സ്വകാര്യ ആശുപത്രികളിലേക്കായിരിക്കും രോഗികൾ കൂടുതലായിട്ട് പോവുക. അതോടുകൂടി സർക്കാർ ആശുപത്രി സംവിധാനം അല്ലെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇവിടെ തകർക്കപ്പെടും. ആര് സർക്കാർ ആശുപത്രിയിലേക്ക് പോകാതാവും? എല്ലാവർക്കും ഇൻഷുറൻസ് ലഭിക്കുകയല്ലേ, അവർ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഓടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താ, സർക്കാർ മാറണം. ഈ സർക്കാർ ഒരിക്കലും ഇതേ രീതിയിലുള്ള വലിയൊരു ഇൻഷുറൻസ് പദ്ധതിക്ക് ഒരിക്കലും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കത്തില്ല. അപ്പോൾ ഈ സർക്കാരിനെ അട്ടിമറിച്ച് മറ്റൊരു സർക്കാർ വന്നാൽ മാത്രമേ ഈ ഇൻഷുറൻസ് പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനും സർക്കാരിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാനും ഇവിടുത്തെ സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വളരാൻ വേണ്ടിയിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UNA ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾക്ക് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം,
ഇത് ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ തന്നെയായിരുന്നു ഇവർ തിരുവനന്തപുരത്ത് നടത്തിയ സമരത്തിന് പിന്നിലുള്ളത് എന്നുള്ള ആരോപണം അതിശക്തമായിട്ട് ഉയർന്നു വന്നിരുന്നു. കാരണം ഇതിന്റെ നേതാക്കന്മാർ ലേബർ മിനിസ്റ്റർ വിളിച്ചിട്ട് പോലും ചർച്ചയ്ക്ക് പോയിട്ടില്ല എന്നുള്ളൊരു പരമ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരോട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റും UNA ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ നഴ്സുമാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികൾക്ക് മുമ്പിൽ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം അവിടുന്ന് യസ്മ ഉത്തരവിറക്കുന്നു. ഹൈക്കോടതിക്ക് കൊടുത്തേ പറ്റൂ. അതായത് പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇപ്പോൾ LPG യസ്മ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിന് പൊതുഗതാഗതം, വൈദ്യുതി, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ആരെങ്കിലുമൊക്കെ പണിമുടക്കി കഴിഞ്ഞാൽ, ആരോഗ്യ മേഖലകളിലൊക്കെ ആരെങ്കിലും പണിമുടക്കി കഴിഞ്ഞാൽ അവരെ യസ്മ പ്രകാരം അറസ്റ്റ് ചെയ്ത് ജോലിക്ക് ഹാജരാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സർക്കാർ സംവിധാനങ്ങളിൽ സാധിക്കും. സർക്കാർ ജോലിക്കാർ നിരന്തരമായിട്ട് തുടർച്ചയായി സമരം ചെയ്ത് കഴിഞ്ഞാൽ യസ്മ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്വകാര്യ ഹോസ്പിറ്റൽ മാനേജ്മെന്റുകാർ തന്നെ യസ്മ ഓർഡർ വാങ്ങിയിരിക്കുന്നു. ഇനി ഈ യസ്മ ഓർഡർ പ്രകാരം ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാരാണ്? അത് സംസ്ഥാന സർക്കാരാണ്. അതായത് ഇവിടുത്തെ പിണറായിയുടെ പോലീസ് എന്ന് പ്രതിപക്ഷം പറയുന്ന ഈ പോലീസാണ് ഈ ഹൈക്കോടതി ഉത്തരവ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പോലീസ് ഒരു ആക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നഴ്സുമാർ ആർക്കെതിരാകും? സർക്കാരിനെതിരാവും. ഈ സർക്കാരിനെതിരാവുമോ? ഇതാണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാനായിട്ട് നഴ്സുമാർക്ക് സാധിക്കുന്നില്ല. നഴ്സുമാരെ സംബന്ധിച്ചിട്ട് ഇതിനൊരു ലീഗൽ വാലിഡിറ്റി വരത്തക്ക രീതിയിലൊരു തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. അതിനു വേണ്ടിയിട്ട് സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഈ ഇപ്പോൾ UNA ഉൾപ്പെടെയുള്ള യൂണിയൻ നേതാക്കന്മാർ സർക്കാരുമായിട്ട് ആദ്യം ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക. ചർച്ചയ്ക്ക് തയ്യാറായതിനു ശേഷം ഒരു കമ്മീഷനെ വെക്കുക. അതായത് അധികാരത്തോട് കൂടിയിട്ടുള്ളത് ഒരു കമ്മീഷനെ വെച്ച് ആ കമ്മീഷൻ 2-3 മാസം കൊണ്ട് ഒരു 3 മാസത്തെ കാലാവധി വെക്കൂ. ഈ 3 മാസത്തെ കാലാവധിക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞ സ്വകാര്യ ഹോസ്പിറ്റലുകളുമായിട്ട് സംസാരിച്ച് അവർ വാങ്ങുന്ന നഴ്സിംഗ് ചാർജുകൾ അത് കൃത്യമായിട്ട് അവിടുത്തെ നേഴ്സസിന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ എക്സ്പെൻസും അതോടൊപ്പം തന്നെ ഇൻകവുമായിട്ട് ഏത് രീതിയിൽ ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് അമിത ലാഭത്തിൽ ഓടുന്ന ഹോസ്പിറ്റലുകളാണെങ്കിൽ അതിൻ്റെ കൂടി എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്, അതായത് ബോണസ് ഫെസിലിറ്റി ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരുപാട് കമ്പനി ആക്ട് എന്ന് പറയുന്നത്, ലേബർ ലോ ഒക്കെ നിലവിലുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ ഒരു കമ്മീഷനെ വെച്ചിട്ട് ആ കമ്മീഷൻ്റെ ലീഗലി തന്നെ വാലിഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവിറക്കി എന്ന് കരുതി അത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾ നടപ്പിലാക്കത്തില്ല. അവരുടെ ലക്ഷ്യം വേറെയാണ്. ഈ സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ പറഞ്ഞ ഈ സമരങ്ങൾക്ക് പിന്നിലുള്ളത്. നഴ്സുമാരുടെ സമരം പരിഹരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ സർക്കാർ ലീഗൽ വാലിഡിറ്റിയുള്ള ഒരു കമ്മീഷനെ വെച്ച് ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പിലാക്കുക എന്നതാണ് ഏക ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ നഴ്സുമാർ ഇപ്പോൾ ഈ ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ പോയി ഇങ്ങനെ വെയിൽ കൊണ്ട് സമരം ചെയ്തു എന്ന് കരുതിയിട്ട് ഒരു നേട്ടവും ഉണ്ടാവുകയില്ല. ഇപ്പോൾ UDF സർക്കാർ വന്നോട്ടെ, LDF സർക്കാർ വന്നോട്ടെ, സർക്കാരിനോട് ചേർന്ന് നിന്ന് സർക്കാർ കൂടി ഈ സമരത്തിന്റെ പങ്കാളിയായിട്ട് മാറുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഈ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും അധികാരമുണ്ടോ? ഇപ്പോൾ ഈ ആസ്ട്ര മെഡിസിറ്റിയിലേക്ക് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? നിങ്ങളുടെ പണി നോക്കാൻ വേണ്ടി പറയും. വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലാതെ ഒരു അധികാര പരിധി ഇല്ല ഹോസ്പിറ്റലുകൾക്ക് മേൽ ആരോഗ്യ വകുപ്പിന്. അതൊരു ഫാക്റ്റാണത്. അപ്പോൾ നഴ്സുമാരെ സംബന്ധിച്ചിട്ട് അവർക്ക് അർഹതപ്പെട്ടതാണ് ഈ 40,000 രൂപയുടെ ശമ്പളം എന്ന് പറയുന്നത്. അത് എങ്ങനെ ഈ ഹോസ്പിറ്റലുകളെ കൊണ്ട് കൊടുപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഈ പറഞ്ഞ നഴ്സുമാർക്ക് ഈ ശമ്പളം കിട്ടണമെന്നാഗ്രഹിക്കുന്ന യൂണിയനുകൾ ചെയ്യേണ്ടത് ഒരു കമ്മീഷൻ വെക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് ആവശ്യപ്പെടുക. ആ കമ്മീഷന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവണം. വെറുതെ ഒരു കമ്മീഷനെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ കമ്മീഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഹോസ്പിറ്റലുകൾ നടപ്പിലാക്കിയാൽ മാത്രമേ ആ ഹോസ്പിറ്റലിന് കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റുകൾ ഈ പറഞ്ഞ നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കത്തുള്ളൂ. ഇത് നഴ്സുമാരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. ചില ഡോക്ടർമാർക്ക് കിട്ടുന്നതും 25,000 ആണെന്ന് കഴിഞ്ഞ ദിവസം IMAയുടെ പ്രസിഡന്റിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവപൂർവ്വവും വളരെ പക്വതയോട് കൂടിയിട്ടും കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് UNAയോടോ ജാസ്മിൻ ഷായോടോ അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന മറ്റാരോടെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, എതിർപ്പുകളുമില്ല. പക്ഷെ അവരെ ഉൾപ്പെടെയുള്ള ആളുകളെ ചില തൽപര കക്ഷികൾ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ പ്രശ്നം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം.
നേഴ്സുമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസിനെ കൂവി നേഴ്സുമാർ. എന്തെങ്കിലും നേട്ടമുണ്ടോ? മുഹമ്മദ് റിയാസ് എന്ത് ചെയ്തിട്ടാണ്? ഇപ്പൊ ഹൈക്കോടതി എസ്മ പ്രയോഗിക്കുന്നു. എന്ത് ചെയ്യും ഇവര്? ഇതിനകത്ത് അപ്പൊ സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും മനസ്സിലാക്കിയത്, ഇത് നിങ്ങളുടെ നേതാക്കന്മാരോട്, നഴ്സുമാർ അവരുടെ നേതാക്കന്മാരോട് ആവശ്യപ്പെടേണ്ടത് സർക്കാരുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാവുക, ലീഗൽ വാലിഡിറ്റിയുള്ള ഒരു കമ്മീഷനെ വെക്കുക. ഈ കമ്മീഷന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാത്ത ഹോസ്പിറ്റലുകൾക്ക് കേരളത്തിൽ പെർമിഷൻ നൽകാത്ത സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നഴ്സുമാർക്ക് അവരുടെ ശമ്പളം, അടിസ്ഥാന ശമ്പളം അവരുടെ പോക്കറ്റുകളിൽ എത്തത്തുള്ളൂ. അതല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വെയിലത്തിരുന്ന് ഇവരുടെ മുദ്രാവാക്യം വിളിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. കയ്യും വെട്ടും കാലും വെട്ടും 5008 വളവാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവം പിടിച്ച ആളുകളാണ് നഴ്സുമാർ. വളരെ പാവം പിടിച്ച ആളുകളാണ് നഴ്സുമാർ. അവരുടെ എഡ്യൂക്കേഷൻ ലോൺ പോലും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ വെറുതെ പറയുന്നില്ല. അത് അതേ രീതിയിലൊക്കെയുള്ള വളരെ സാധാരണ ജീവിതാന്തരീക്ഷത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടണം. അവരെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അത് ആരുപയോഗിച്ചാലും അത് ശരിയല്ല. അത് തെറ്റാണത്. സംസ്ഥാന സർക്കാരിന് ഈ പറഞ്ഞ ഹോസ്പിറ്റലുകളുടെ മേൽ എന്തെങ്കിലും അധികാരമുണ്ട്? നമ്മുടെ കമ്പനി ആക്ടൊക്കെ ഒന്നെടുത്ത് പഠിക്കണ്ടേ? അപ്പം നേഴ്സുമാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. നേഴ്സുമാർ തങ്ങളുടെ നേതാക്കന്മാരോട്, അതായത് യൂണിയൻ നേതാക്കന്മാരോട് ആവശ്യപ്പെടേണ്ടത്, ഈ യുഎൻഎ മാത്രമല്ല പല പല നേഴ്സിംഗ് യൂണിയനുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവരോട് ആവശ്യപ്പെടേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായി ഒരു കമ്മീഷനെ വെച്ച് ഈ കമ്മീഷനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണം, നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം ഇത്രയാണ്, അത് കൊടുക്കാത്ത ഹോസ്പിറ്റലുകൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇവരെ ഉപയോഗിച്ചതിന് ശേഷം ഇവർ അതേ അവസ്ഥയിൽ തന്നെ തുടരും. 2022 23 കണ്ടാണ് 20,000 രൂപയുടെ അടിസ്ഥാന ശമ്പളമായിട്ട് ആക്കിയത്. ആ ശമ്പളം പോലും കൊടുക്കാത്ത ഹോസ്പിറ്റലുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. ആരെയും വിശ്വസിക്കാം, പക്ഷേ നിങ്ങളെ ഇപ്പോൾ സ്നേഹം നടിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ സ്നേഹിതരാണെന്ന് നഴ്സുമാർ വിചാരിക്കരുത്. ഈ ആട്ടിൻതോലിട്ട ചെന്നായുടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ LDF സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള വ്യക്തിപരമായ എതിർപ്പാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ നഴ്സുമാർക്ക് മുമ്പിൽ നമുക്ക് വെക്കാനുള്ളൂ. നഴ്സുമാരുടെ മാന്യമായ ഒരാവശ്യമാണ് 40,000 രൂപ ശമ്പളം എന്നുള്ളത്. അതിനോടൊപ്പം തന്നെയായിരിക്കും നമ്മളും എന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കും.